നമസ്കാരം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വളരെ സവിശേഷമായ ഒരു വിഭവമാണ്. ആയുർവേദിക് കിനോവ ഫ്രൈഡ് റൈസ്. ഇത് വെറുമൊരു ഭക്ഷണം മാത്രമല്ല, നമ്മുടെ ദഹനത്തെയും മനസ്സിനെയും ഒരുപോലെ പോഷിപ്പിക്കാൻ സഹായിക്കുന്ന ഒന്നാണ്. ഒറ്റയടിക്ക് കേൾക്കുമ്പോൾ ഇതൊരു വലിയ അവകാശവാദം പോലെ തോന്നുന്നുണ്ടല്ലേ? ഒരൊറ്റ നേരം കഴിക്കുന്ന ഭക്ഷണം കൊണ്ട് നമ്മുടെ ദഹനവും ഉറക്കവും മാനസികമായുള്ള ഒരു തെളിച്ചവുമൊക്കെ മെച്ചപ്പെടുത്താൻ ശരിക്കും സാധിക്കുമോ? ഉത്തരം തീർച്ചയായും സാധിക്കും. അപ്പോ ഈ വിഭവത്തിലെ ഓരോ ചേരുവയും, നമ്മൾ പാചകം ചെയ്യുന്ന രീതിയും എങ്ങനെയാണ് നമ്മുടെ ശരീരത്തിലും മനസ്സിലും ഇങ്ങനെയൊരു മാറ്റം കൊണ്ടുവരുന്നതെന്ന് നമുക്ക് വിശദമായിട്ട് തന്നെ ഒന്ന് നോക്കാം. ഏതൊരു നല്ല വിഭവത്തിന്റെയും തുടക്കം അതിന്റെ ചേരുവകളിലാണല്ലോ. ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത് വെറും ചേരുവകളല്ല, മറിച്ച് ആരോഗ്യകരമായ ഒരു മാറ്റത്തിലേക്കുള്ള ആദ്യത്തെ ചുവടുകളാണ്. അപ്പോ ആദ്യം തന്നെ ക്വിനോവ വേവിക്കാനുള്ള ബേസ് തയ്യാറാക്കാം. ഇതിനായി 1 കപ്പ് ക്വിനോവയാണ് വേണ്ടത്. കൂടെ വെള്ളം, പിന്നെ ഗ്രാമ്പൂ, ജാതിക്ക, ജാതിപത്രി പോലുള്ള കുറച്ച് സുഗന്ധവ്യഞ്ജനങ്ങൾ, ഒപ്പം ഒരു നുള്ള് ഉപ്പും. ഈ മസാലകളാണ് സാധാരണ ക്വിനോവയെ ഒരു പ്രത്യേക തലത്തിലേക്ക് കൊണ്ടുപോകുന്നത്. രുചി മാത്രമല്ല, ദഹിക്കാനും ഇത് സഹായിക്കും. ഇനി ഫ്രൈഡ് റൈസ് തയ്യാറാക്കാൻ എന്തൊക്കെ വേണമെന്ന് നോക്കാം. 1½ ടേബിൾ സ്പൂൺ നെയ്യ് അല്ലെങ്കിൽ ഒലിവ് ഓയിൽ എടുക്കാം. വഴറ്റാനായിട്ട് ഇഞ്ചി, വെളുത്തുള്ളി, ഉള്ളി, കൂടെ നമുക്കിഷ്ടമുള്ള പച്ചക്കറികൾ. ഇവിടെ ഇപ്പോ ക്യാരറ്റും ക്യാപ്സിക്കവും ഗ്രീൻ പീസുമാണ്. പിന്നെ രുചിക്കും ആരോഗ്യഗുണങ്ങൾക്കുമായി കുറച്ച് കുരുമുളകും മഞ്ഞളും കൂടി ചേരുമ്പോഴേക്കും നമ്മുടെ കൂട്ട റെഡിയായി. ശരി, ഇനി നമുക്ക് പാചകത്തിലേക്ക് കടക്കാം. പേടിക്കുകയേ വേണ്ട. വളരെ ലളിതമായ 3 ഘട്ടങ്ങളിലൂടെ ഈയൊരു അത്ഭുത വിഭവം നമുക്ക് തയ്യാറാക്കിയെടുക്കാം. നമ്മുടെ ആദ്യത്തെ പടി ക്വിനോവ ബേസ് തയ്യാറാക്കലാണ്. നമ്മൾ നേരത്തെ മാറ്റിവെച്ച ആ സുഗന്ധവ്യഞ്ജനങ്ങളില്ലേ, അത് വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. ആ സുഗന്ധമുള്ള വെള്ളത്തിലാണ് നമ്മൾ ക്വിനോവ വേവിക്കാൻ പോകുന്നത്. ഇതാണ് സാധാരണ ക്വിനോവയേക്കാൾ ഇതിനെ ദഹിക്കാൻ എളുപ്പമാക്കുന്ന ഒരു ട്രിക്ക്. വേവിച്ച ശേഷം ഇത് പൂർണ്ണമായി തണുക്കാൻ വെക്കണം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോ ഇതാണ് ഈ വിഭവത്തിലെ ഏറ്റവും നിർണായകമായ ഒരു കാര്യം. ഈ രീതിയിൽ കിനോവ തയ്യാറാക്കുമ്പോൾ അതിന്റെ ദഹനപ്രക്രിയ വളരെ എളുപ്പമാവുന്നു. സാധാരണ കിനോവ കഴിക്കുമ്പോൾ ചിലർക്ക് തോന്നാറുള്ള ചെറിയ ദഹനപ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ ഈ രീതി ഒരുപാട് സഹായിക്കും. അടുത്തത് പച്ചക്കറികളുടെ ഊഴമാണ്. ഒരു പാനിൽ നെയ്യൊഴിച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളിയുമൊക്കെ വഴറ്റി ആ ഒരു മണം വരുമല്ലോ, അതിലേക്ക് പച്ചക്കറികളും മസാലകളും ചേർത്ത് പാകപ്പെടുത്തുക. ഈ ഘട്ടത്തിൽ തന്നെ നമ്മുടെ അടുക്കളയിലാകെ നല്ലൊരു മണം നിറയും. അവസാനമായിട്ട് നമ്മൾ നേരത്തെ തണുക്കാൻ വെച്ച ആ സ്പെഷ്യൽ ക്വിനോവ ഇല്ലേ, അതെടുത്ത് ഈ പച്ചക്കറിക്കൂട്ടിലേക്ക് ചേർത്ത് നന്നായി യോജിപ്പിക്കുക. ഒരു ചെറിയ പുളിക്ക് വേണ്ടി സോയാ സോസോ അല്ലെങ്കിൽ കോക്കനട്ട് വിനാഗിരിയോ ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് മല്ലിയില കൂടി വിതറിയാൽ നമ്മുടെ ആയുർവേദിക് കിനോവ ഫ്രൈഡ് റൈസ് തയ്യാർ. ഓക്കെ, ഇതെങ്ങനെ ഉണ്ടാക്കുമെന്ന് നമ്മൾ പഠിച്ചു അല്ലേ? ഇനി എന്തുകൊണ്ടാണ് ഇത് ഇത്രയധികം ഗുണകരമാണെന്ന് പറയുന്നത് എന്ന് നോക്കാം. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് നമ്മുടെ ശരീരത്തിലെ ഗട്ട് ബ്രെയിൻ കണക്ഷനാണ്. അതായത് നമ്മുടെ ദഹനവ്യവസ്ഥയും തലച്ചോറും തമ്മിലുള്ള ഒരു പ്രത്യേക ബന്ധം. എന്താണ് ഈ ഗട്ട് ബ്രെയിൻ ആക്സിസ്? സിമ്പിളായിട്ട് പറഞ്ഞാൽ, നമ്മുടെ വയറും തലച്ചോറും തമ്മിൽ എപ്പോഴും സംസാരിക്കുന്നൊരു ഹൈവേ ആണെന്ന് വിചാരിച്ചോളൂ. നമ്മുടെ ദഹനം ശരിയല്ലെങ്കിൽ വയറ്റിൽ നിന്നുള്ള ആ സന്ദേശം തലച്ചോറിലെത്തും. അത് നമ്മുടെ ചിന്തകളെയും നാസ്ട്രവ്യത്തെയും വരെ നേരിട്ട് ബാധിക്കും. ഈ പട്ടികയിലേക്ക് ഒന്ന് നോക്കൂ. ഇവിടെയാണ് ശരിക്കും ആ മാജിക് നടക്കുന്നത്. നമ്മൾ ക്വിനോവ വേവിക്കാൻ ഉപയോഗിച്ച ഗ്രാമ്പൂവും ജാതിക്കയുമൊക്കെ നല്ല ഉറക്കം കിട്ടാൻ വരെ സഹായിക്കുന്നുണ്ട്. ക്വിനോവയിലാണെങ്കിൽ പ്രോട്ടീനും ഫൈബറും ധാരാളം. അത് രക്തത്തിലെ പഞ്ചസാരയെ നിയന്ത്രിക്കും. അതുപോലെ നെയ്യ് നമ്മുടെ വയറും തലച്ചോറും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്താൻ അത് സഹായിക്കുന്നു. ഇങ്ങനെ ഓരോ ചേരുവയും അതിന്റേതായ പങ്കുവഹിക്കുമ്പോഴാണ് ഈ വിഭവത്തിന് ഇത്രയധികം ഗുണങ്ങൾ കിട്ടുന്നത്. അപ്പോ ഈ വിഭവം വെറുമൊരു റെസിപ്പി എന്നതിലുപരി ആയുർവേദം എന്ന പ്രാചീന ഭാരതീയ വിജ്ഞാനത്തിന്റെ ഒരു പ്രതിഫലനം കൂടിയാണ്. ഭക്ഷണം വയറു നിറയ്ക്കാനുള്ള ഇന്ധനം മാത്രമല്ല എന്ന വലിയൊരു കാഴ്ചപ്പാട്. ആയുർവേദത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു തത്വമാണിത്. അന്നം ശുദ്ധം മനഃശുദ്ധം. അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ശുദ്ധമാണെങ്കിൽ നമ്മുടെ മനസ്സും ശുദ്ധവും ശാന്തവുമാകും. നമ്മുടെ ഭക്ഷണവും ചിന്തകളും തമ്മിൽ അത്രയധികം ബന്ധമുണ്ട്. ആയുർവേദത്തിൽ ഭക്ഷണത്തെ 3 തരംതിരിക്കുന്നുണ്ട്: സാത്വികം, രാജസീകം, താമസികം എന്നിങ്ങനെ. ഇതിൽ സാത്വിക ഭക്ഷണം മനസ്സിന് സമാധാനവും ശരീരത്തിന് ഊർജവും നൽകുന്നു. നമ്മുടെ കിനോവ ഫ്രൈഡ് റൈസിലെ ചേരുവകൾ ഇതിനെ ഒരു ഒന്നാന്തരം സാത്വിക വിഭവമാക്കി മാറ്റുന്നു. അപ്പോ
ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു വിഭവത്തിലൂടെ നമ്മൾ ലക്ഷ്യമിടുന്നത് 4 പ്രധാന കാര്യങ്ങളാണ്. ദഹനം മെച്ചപ്പെടുത്തുക, നല്ല ശാന്തമായ ഉറക്കം നൽകുക, ചിന്തകൾക്ക് കൂടുതൽ വ്യക്തത വരുത്തുക, പിന്നെ ശരീരത്തിലെ ജീവോർജ്ജമായ പ്രാണന്റെ ഒഴുക്ക് സന്തുലിതമാക്കുക. അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഈ ഒരു ചോദ്യം നിങ്ങൾക്കായി വിടുകയാണ്. അടുത്ത തവണ നിങ്ങൾ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ ഒന്നാലോചിക്കുക, ഇതെന്റെ വയറ് നിറയ്ക്കാൻ മാത്രമുള്ളതാണോ അതോ എന്റെ മനസ്സിനെയും പരിപോഷിപ്പിക്കാൻ കൂടിയുള്ളതാണോ? ഈ ഒരു ചിന്തയോടെ ഇന്നത്തെ ഈ വിവരണം ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത തവണ പുതിയൊരു വിഷയവുമായി കാണാം.